പക്ഷെ ഒരു കാര്യം ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങളെന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതുരീതിയും സംസ്കാരവും ഉണ്ടല്ലോ. അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണത്. ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക, നമ്മുടെ സാന്നിധ്യത്തിലൂടെ സഹതാപം അറിയിക്കുക, അതൊന്നും വേണ്ട എന്നൊരു സമീപനം ഇതുപോലൊരു കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഔചിത്യമല്ല. മലയാളികളെ ഏറെ വിഷമത്തിലാക്കിയ ദുരന്തമാണ് കുവൈറ്റിൽ നടന്നത്. അവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. പക്ഷെ അതിന് കേന്ദ്ര സർക്കാർ ക്ലിയറൻസ് നൽകിയില്ല. ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല എന്ന രീതിയിലുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തത്. അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസ്ഥാനത്തെ BJPക്കാരും പിന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തുകയും ചെയ്തു. കുവൈറ്റിൽ ഉണ്ടായ ദുരിതത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് സംസ്ഥാനത്തുനിന്ന് ഒരു മന്ത്രി പോകാമെന്ന്. മാത്രമല്ല പരിക്കേറ്റ ഒരുപാട് മലയാളികൾ ഉണ്ട്, അവിടെയും ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് മന്ത്രി പോകാമെന്ന് വെച്ചത്. പക്ഷെ അവിടെ കേന്ദ്ര സർക്കാർ എതിർ തീരുമാനം എടുക്കുകയായിരുന്നു. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സംസ്ഥാനത്തുള്ള BJPക്കാർ രംഗത്തെത്തിയിട്ടുമുണ്ട്. അവർക്കിപ്പം ലോകകേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ഒരു മറുപടി നൽകിയിട്ടാണ്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഇവർ എന്ന ന്യായമാണ് BJPക്കാർ ചോദിക്കുന്നത്. അത് BJPയുടെ മുതിർന്ന നേതാക്കളടക്കം പലരും ചോദിക്കുന്നുമുണ്ട്. അതിനുള്ള മറുപടിയാണ് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി നൽകുന്നത്. മലയാളികളുടെ സംസ്കാരമാണ് അറിഞ്ഞു ചെല്ലുക എന്നുള്ളത്, അതുകൊണ്ടാണ് പോകേണ്ടിയിരുന്നത് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സഹോദരീ സഹോദരന്മാർ, കുവൈറ്റിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഞെട്ടിക്കുന്ന ദുരന്തത്തിൻ്റെ നിഴലിലായിപ്പോയി നമ്മുടെ ഈ ലോക കേരള സഭ. മംഗഫിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഇതേവരെയുള്ള കണക്കനുസരിച്ച് 50 ജീവനുകളാണ് പൊലിഞ്ഞത്. അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത്. അവരെല്ലാവരുടെയും സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ബന്ധുക്കളുടെ കടുത്ത ദുഃഖത്തിൽ നാടിനോടൊപ്പം നാം പങ്കുചേരുന്നു. ഇന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ ചേതനയറ്റ ശരീരം എത്തിച്ചേരുകയുണ്ടായി. അവർക്കെല്ലാം അവിടെ പോയി ആദരാഞ്ജലികൾ അർപ്പിച്ചതുകൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനം തുടങ്ങുന്നതിന് വൈകിയത്. തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതമാണ് സഹായം നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത്. പരിക്കേറ്റ മലയാളികൾക്ക് 1 ലക്ഷം രൂപ വീതവും നൽകുന്നതാണ്. ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത്. ആ മന്ത്രിസഭാ യോഗം തന്നെ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ പോകുന്നതിനും
തീരുമാനിച്ചിരുന്നു. പക്ഷേ എയർപോർട്ട് വരെ എത്തിയ അവർക്ക് അതിനപ്പുറം പോകാനായില്ല. അത് മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ക്ലിയറൻസ് വേണം. ആ ക്ലിയറൻസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ സാധാരണഗതിയിൽ പോകാം. പക്ഷേ പോകുന്നതിന് മുൻപ് ക്ലിയറൻസ് ഉണ്ടാകില്ല എന്ന അറിയിപ്പ് തന്നെ കിട്ടി. നിഷേധിച്ച മറുപടി കിട്ടി. ഇപ്പോൾ ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഔചിത്യമോ അനൗചിത്യമൊന്നും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങളെന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതുരീതിയും സംസ്കാരവും ഉണ്ടല്ലോ. അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഒരു മരണ വീട്ടിൽ നമ്മൾ പോകുന്നു. അവിടെ ഈ നില വെച്ച് ചോദിക്കാമല്ലോ, എന്താണ് പോയിട്ട് പ്രത്യേകം ചെയ്യാനുള്ളത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണത്. ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക, നമ്മുടെ സാന്നിധ്യത്തിലൂടെ സഹതാപം അറിയിക്കുക. ഇവിടെ സംസ്ഥാന ആരോഗ്യമന്ത്രി തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളുടെ കാര്യം, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹത്തിന് പറയാനുള്ള കാര്യം, അതെല്ലാം സാധാരണഗതിയിൽ അറിയാനും കൈകാര്യം ചെയ്യാനും സാധിക്കും. പക്ഷേ എന്തു ചെയ്യാം, നിഷേധിച്ചു കളഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ആ വന്ന ബോഡിയൊക്കെ ഏറ്റുവാങ്ങുന്ന നിലയാണുണ്ടായത്. ഇവിടെ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നോർക്കയിലൂടെ 5 ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രവാസി വ്യവസായി MA യൂസഫ് അലി അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രവാസി വ്യവസായിയായ രവിപിള്ള 2 ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും നമ്മുടെ സഭയുടെ അംഗങ്ങളാണ്. ഇവിടെ പ്രസിഡ്യത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. രണ്ടാൾക്കും 2 രീതിയിലുള്ള അസുഖം പിടിപെട്ടതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ഉണ്ടായത്. യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അതാണ് അവരിന്നത്തെ പരിപാടിയിലില്ലാത്തത്. അതേപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ സജീവമായിട്ടുണ്ടാകുന്ന ഡോക്ടർ ആസാദ് മൂപ്പനും യാത്ര ചെയ്യാനുള്ള പ്രയാസം കാരണം, അതും ഒരു പ്രത്യേക അസുഖത്തിൻ്റെ കാരണമാണ്, അദ്ദേഹത്തിനും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഈ 2 പേരോടും ലോ കേരള സഭയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന്
എത്തിയത് നമ്മുടെ 23 സഹോദരങ്ങളുടെ ചേതനയേറ്റ ശരീരമാണ്. 7 തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഒരു കർണാടകത്തിൽ നിന്നുള്ളയാളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കേന്ദ്ര വിദേശകാര്യ വകുപ്പിലെ സഹമന്ത്രിയും കുവൈത്ത് സന്ദർശിച്ച് ആ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ വന്നിറങ്ങിയിരുന്നു. അദ്ദേഹവും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട്. കുവൈറ്റ് ഫലപ്രദമായി തന്നെ ഈ അപകടം നടന്നതിന് ശേഷം ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ അപകടം നടന്നതറിഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ എംബസി മുഖേന നീക്കിയിട്ടുണ്ട്. ഒരു കേന്ദ്ര സഹമന്ത്രി തന്നെ അവിടെ പോയി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊന്ന് ഇനി ആവർത്തിക്കാതിരിക്കാൻ, വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ എല്ലാ കരുതലും എടുക്കേണ്ടതുണ്ട്. കുവൈറ്റ് നല്ല രീതിയിലാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം പ്രതികരിച്ചിട്ടുള്ളത്. ഫലപ്രദമായ ഇടപെടൽ കുവൈറ്റ് സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാവാൻ ഇടയായത്? സാധാരണഗതിയിലുള്ള പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ? അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ ഉത്തരവാദികൾ ആരാണ്? അതുപോലുള്ള കാര്യങ്ങളിൽ ഗൗരവമായ തുടർ നടപടികൾ കുവൈറ്റ് സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അവരുടെ ആദ്യത്തെ പ്രതികരണം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ജീവിതം കരുപ്പിടിപ്പിക്കാനാണ് പ്രവാസികളായവരിൽ മഹാഭൂരിഭാഗവും പ്രവാസ ജീവിതം നയിക്കുന്നത്. വിഷമകരമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ ആ കൂട്ടത്തിലുണ്ട്. ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഇപ്പോഴും വല്ലാതെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്നതാണ്. അതൊരു അച്ഛൻ്റെ നിലവിളിയായിരുന്നു അവിടെ നിന്നുകൊണ്ട്. അദ്ദേഹം അവിടെ ജോലി ചെയ്തു, പിരിഞ്ഞു, മകനെ അവിടെ കൊണ്ടുപോയി ചേർത്തു, ഇങ്ങ് പോന്നു. കുറച്ച് നാളേ ആയിട്ടുള്ളൂ. പിന്നെ സ്വീകരിക്കുന്നത് ആ മകൻ്റെ ശവശരീരമാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ കഥകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഇതിൽ
മതിയായ നഷ്ടപരിഹാരം എന്ത് കൊടുത്താലും ജീവന് പകരമാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും അത്തരം കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടാക്കണം. അത് കുവൈറ്റ് സർക്കാർ സ്വാഭാവികമായും അത്തരം നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇന്ത്യ ഗവൺമെൻറ് കുവൈത്തുമായി ബന്ധപ്പെട്ട് ആ നടപടികൾ ത്വരിതപ്പെടുത്തണം. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് ഇതുമായി നഷ്ടപരിഹാരം നൽകാൻ ബാധ്യപ്പെട്ട സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്നും കൃത്യമായി നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടിയും കുവൈത്തിൽ സ്വീകരിക്കണം. അതിനെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സംയോജിതമായ ഇടപെടലുണ്ടാവണം. ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവുമെല്ലാം ഒരേ മനസ്സോടെ ഏകോപിച്ച് നീങ്ങുകയാണ് വേണ്ടത്. സംസ്ഥാനത്തിന് പ്രത്യേകിച്ചൊന്നും മറ്റൊരു രാജ്യത്തിനകത്ത് ചെയ്യാൻ കഴിയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും രാജ്യമെന്ന നിലക്ക് ഇന്ത്യ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടതെങ്കിലും അവിടെ ജീവിക്കുന്നവരിൽ നല്ലൊരു ഭാഗം ഇവിടെയുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ എന്നത് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. അതൊന്നും വേണ്ട എന്നൊരു സമീപനം ഇതുപോലൊരു കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഔചിത്യമല്ല എന്ന് മാത്രം ഇപ്പോൾ